ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നും തൻ്റെ മകനെ പുതിയ തന്ത്രിയായി നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, തന്ത്രിയെ നിയമിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ഇങ്ങനെ ആയിരുന്നില്ല നേരത്തെ പലരും പറഞ്ഞത്, പ്രത്യേകിച്ച് BJP-കാർ പറഞ്ഞത്, RSS സംഘപരിവാറുകാർ പ്രചാരണം നടത്തിയത്. തന്ത്രി എന്നത് അയ്യപ്പൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ആരും നിയമിക്കുന്നതല്ല, അത് പാരമ്പര്യമായി ലഭിച്ചു വരുന്നതാണ്. ഇതൊക്കെയായിരുന്നു സംഘപരിവാറുകാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വിശ്വസിച്ച വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോഴും അത് വിശ്വസിക്കുന്നവരുമുണ്ട്. അതൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴിതാ കത്ത് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന് തന്നെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട്. പകരം പറഞ്ഞ കാര്യമാണ് അതിലേറെ രസകരം, മകനെ തന്നെ പുതിയ തന്ത്രിയായി നിയമിക്കണം എന്നും. BJP നേതൃത്വം, കേരളത്തിലെ BJP നേതൃത്വം കണ്ഠരര് രാജീവർക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ആൾക്കാരാണ്. നേതാക്കൾ ജയിലിൽ നിന്ന് കണ്ഠരര് രാജീവർ വന്ന സമയത്ത് വീട്ടിൽ പോയി പിന്തുണ നൽകിയവരാണ്. അതേപോലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയാക്കിയ ഘട്ടത്തിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ BJP നേതൃത്വം, കേരളത്തിലെ സംഘപരിവാർ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിരുന്നു കണ്ഠരര് രാജീവരുടെ പിറകിൽ എന്നതും നാം കണ്ട സംഭവമാണ്. ഇപ്പോഴിതാ BJP-യിൽ തന്നെ തർക്കം വന്നിരിക്കുന്നു. BJP-യുടെ ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇദ്ദേഹത്തെ മാറ്റണമെന്നും തന്ത്രിസ്ഥാനത്ത് നിന്ന് കണ്ഠരര് രാജീവരെ മാറ്റണമെന്നും മകനെ തന്ത്രിസ്ഥാനത്തേക്ക് നിയമിക്കരുത് എന്നും ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: താഴ്മൻ കുടുംബം ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണം. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിനും കോടാനുകോടി സ്വാമി ഭക്തർക്കും ഇത്രയേറെ അവമതിപ്പും ദുഃഖവും ഉണ്ടാക്കിയ കുടുംബം വേറെയില്ല. ശബരിമലയിലെ ആചാര ലംഘനം നടത്തി അശുദ്ധി വരുത്തിയ മനീതി സംഘം പോലും തന്ത്രി കുടുംബം ചെയ്ത അത്ര അശുദ്ധി ശബരിമലയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. കാരണം മനീതി സംഘം ചെയ്ത അശുദ്ധി പരിഹാരക്രിയ ചെയ്ത് ശുദ്ധമാക്കാൻ കഴിയും. മോഹനര് തന്ത്രിയെ വേശ്യപ്പുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. നേരത്തെ അദ്ദേഹമായിരുന്നു, കണ്ഠരര് മോഹനരായിരുന്നു ശബരിമല തന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജീവരാണ് എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു കേസിൽ മോഹനര് ഒരു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു, സ്ത്രീയുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അത് അന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞത്. ഇപ്പോഴത്തെ കണ്ഠരര് രാജീവര് തന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായതിനു ശേഷമാണ് എന്നുകൂടി ഓർക്കണം. അതാണ് ഇവിടെ KS രാധാകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. മോഹനര് തന്ത്രിയെ വേശ്യപ്പുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ജയിലിൽ പോയി ക്രിമിനൽ കേസിൽ വിചാരണ നേരിട്ടു. ധർമ്മശാസ്താവിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവപ്രതിഷ്ഠയുള്ള ശബരിമലയിലെ തന്ത്രിയെയാണ് വേശ്യപ്പുരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഹനരുടെ സഹോദരൻ രാജീവര് വ്യാജരേഖ ചമച്ച് സ്വർണ്ണക്കൊള്ള നടത്തിയ 2 കേസിലെ പ്രതിയാണ്. പ്രതിഷ്ഠാമൂർത്തിയുടെ പ്രതിസ്ഥാനം തന്ത്രിക്കാണ് എന്നാണ് അവകാശവാദം. അങ്ങനെയെങ്കിൽ പുത്രഹത്യക്ക് കൂട്ടുനിന്ന പിതാവ് എന്ന ദുഷ്പേര് കൂടി രാജീവർക്ക് ലഭിക്കും. ഇതിന് എന്ത് പരിഹാരമാണുള്ളത് എന്ന ചോദ്യമാണ് ഫേസ്ബുക്ക് പേജിൻ്റെ ആദ്യ ഭാഗത്ത് KS രാധാകൃഷ്ണൻ ചോദിക്കുന്നത്, ഡോക്ടർ KS രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. അതിനുശേഷം പറയുകയാണ്: ശബരിമല തന്ത്രിമാർക്ക് തന്ത്രവിദ്യയിൽ വിജ്ഞാനവും പരിശീലനവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തന്ത്രികളുടെ നിയമനാധികാരിയായ ദേവസ്വം ബോർഡിനുണ്ട്. തന്ത്രികളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ തന്ത്രികളെ നീക്കാനും നിയമനാധികാരിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്ത്രി കുടുംബം എന്ത് തീവെട്ടിക്കൊള്ള ചെയ്താലും അവരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ പാടില്ല എന്ന വാദം യുക്തിസഹമല്ല എന്ന് മാത്രമല്ല അതിന് നിയമ സാധുതയുമില്ല. ആയതിനാൽ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കണം. ക്രിമിനൽ കേസിൽ നടപടി നേരിടുന്ന പ്രതികൾ നിർദ്ദേശിക്കുന്ന ആരെയും അവരുടെ യോഗ്യതകൾ പരിഗണിക്കാതെ കുടുംബ പാരമ്പര്യം മാത്രം നോക്കി നിയമിക്കാനുള്ള ഒരു ബാധ്യതയും ദേവസ്വം ബോർഡിനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ BJP-യുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു ഡോക്ടർ KS രാധാകൃഷ്ണൻ. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJP-യുടെ ഉപാധ്യക്ഷനാണ് എന്നുകൂടി ഓർക്കണം. BJP സംഘപരിവാർ നേതൃത്വത്തിൻ്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നു BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നർത്ഥം. എന്തായാലും തന്ത്രിയെ നിയമിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. ഈ കുടുംബത്തെ തന്ത്രിസ്ഥാനത്ത് കൊണ്ടുവന്നത് ആരാണ്, എങ്ങനെയാണ് എന്നതും ദേവസ്വം ബോർഡാണ്, താലൂക്ക് ഓഫീസറാണ്
ഇദ്ദേഹത്തെ നിയമിച്ചത് എന്നതുമായ രേഖകളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷെ അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അയ്യപ്പന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി പാരമ്പര്യമായി സിദ്ധിച്ച കഴിവാണ് എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിച്ചു പോകുന്നത്. അതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും തന്ത്രി രാജീവരുടെ അപേക്ഷ ദേവസ്വം ബോർഡ് കോടതിക്ക് കൈമാറും എന്നാണ് അറിയുന്നത്. ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കില്ല. കാരണം കേസ് കോടതിയിൽ നിൽക്കുകയാണ്. കോടതി തീരുമാനമെടുക്കട്ടെ എന്നാണ് അറിയുന്നത്. എന്നാൽ ഇപ്പോൾ വന്ന വാർത്തയുണ്ട്, ശബരിമല മേൽശാന്തിയുടെ നെറുക്കെടുപ്പിൽ കണ്ഠരര് രാജീവരെ മാറ്റി നിർത്തും എന്ന വാർത്തയും കൂടി വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ താക്കോൽ അത് കണ്ഠരര് രാജീവരുടെ കയ്യിലാണ്. കണ്ഠരര് രാജീവരും പോറ്റിയും ചേർന്നാണ് ഈ കളികൾ, ഈ കൊള്ള മുഴുവൻ നടത്തിയത് എന്നത് SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്ഥാനത്ത് നിൽക്കുന്ന, ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഇതിൻ്റെ എല്ലാം പിറകിൽ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടത്തിയത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CPM നേതാവ് പത്മകുമാർ പറഞ്ഞതും നാം ഓർക്കണം. ദേവന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്ന് പത്മകുമാർ പറഞ്ഞത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണ് എന്നുവരെ കേരളത്തിൽ പ്രചാരണം നടത്തി എന്നോർക്കണം. കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എത്ര ദുഷ്പ്രചാരണമാണ് കേരളത്തിൽ UDFും BJPയും നടത്തിയത് എന്നതിൻ്റെ ഓരോ വിവരവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു.